നമസ്കാരം. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന പരസ്യവാചകം വൃത്തിയും വെടിപ്പുമുള്ള ഐഡിയയാണ്. എന്നാൽ അന്യൻ്റെ വിഴുപ്പ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചാലോ? കുപ്പയിൽ നിന്ന് മാണിക്കുമെന്ന് കേട്ടിട്ടില്ലേ? റിസ്ക് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അഴുക്കുതുണി പോലും നിങ്ങളെ കോടീശ്വരനാക്കും. സംഗതി യാഥാർത്ഥ്യമാണെന്ന് ഗൗരവ് നിഗത്തിൻ്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്നു. അന്യൻ്റെ അഴുക്കുതുണി വെളുപ്പാക്കി ഗൗരവ് നേടുന്നത് കോടികളാണ്. അതായത് പ്രതിവർഷം 116 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അലക്ക് ഡ്രൈ ക്ലീനിങ് ശൃംഖലകളിൽ ഒന്നായ ടംബിൾ ഡ്രൈ സഹസ്ഥാപകനാണ് ഗൗരവ് നിഗം. 2019 സ്ഥാപിതമായ ഈ കമ്പനിക്ക് നിലവിൽ രാജ്യത്തെ 360-ലധികം നഗരങ്ങളിലായി 1000-ൽ കൂടുതൽ സ്റ്റോറുകളുണ്ട്. ഏകദേശം 5 വർഷം കൊണ്ടാണ് ഈ നേട്ടമെന്നത് എടുത്തു പറയണം. ഗൗരവ് നിഗം ചില്ലറക്കാരനാണെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ IIT-യിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക്കും IIM അഹമ്മദാബാദിൽ നിന്ന് MBAയും പൂർത്തിയാക്കിയ വ്യക്തിയാണ്. അതും IIT-യിൽ ഗോൾഡ് മെഡലിസ്റ്റും IIM-ൽ റാങ്ക് ഹോൾഡറും. ഇതിനു പുറമെ എയർടെൽ, ലാവ, DRDO തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ സ്ട്രാറ്റജി, ബിസിനസ് പ്ലാനിംഗ്, സെയിൽസ് എന്നിവയിലുടനീളം 7 വർഷത്തെ പരിചയവും അദ്ദേഹത്തിനുണ്ട്. 2016-18 തെക്ക് കിഴക്കൻ ഏഷ്യയിലൂടെ നടത്തിയ ഒരു യാത്രയാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. ആ യാത്ര ഗൗരവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കമ്പനിയുടെ സഹസ്ഥാപകൻ കൂടിയായ നവീൻ ചവളയ്ക്കൊപ്പമായിരുന്നു ഗൗരവ് അന്ന് യാത്ര ചെയ്തിരുന്നത്. യാത്രയിൽ അലക്കുശാലകളുടെ വിപണി കുതിച്ചുയരുന്നത് ഇരുവരും നേരിട്ട് കണ്ടു. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ ആശയം പ്രയോഗിച്ചുകൂടാ എന്നവർ ചിന്തിച്ചു. അങ്ങനെ 2019-ൽ ടംബിൾ ഡ്രൈ എന്ന സ്ഥാപനം ആരംഭിച്ചു. നോയിഡയിലായിരുന്നു ആദ്യത്തെ സ്റ്റോർ തുടങ്ങിയത്. വളരെ ചെറിയ കാലത്തിനുള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗൗരവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ടംബിൾ ഡ്രൈ വലിയ ഉയരങ്ങൾ കീഴടക്കി. 2019-20 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 6.5 കോടി രൂപയായിരുന്നു. 2020-21 ഇത് 14.4 കോടിയായി വളർന്നു. ലോകം മുഴുവൻ കോവിഡ് നിയന്ത്രണങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടും ടംബിൾ ഡ്രൈയെ അത് വലിയ രീതിയിൽ ബാധിച്ചില്ലെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. 2022-23 ആരെയും ഞെട്ടിപ്പിക്കുന്ന വരുമാനം ഈ കമ്പനി സ്വന്തമാക്കി. അതായത് 116 കോടി രൂപ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കമ്പനി കൈവരിച്ചത് ഏകദേശം 377% വളർച്ചയാണ്. വളരെ ചെറിയൊരാശയത്തിൽ നിന്നാണ് വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തിയത്. പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയും പോലെ പാൻ ഇന്ത്യൻ അലക്കു സേവന ശൃംഖല സ്ഥാപിക്കാൻ ടംബിൾ ഡ്രൈ ലക്ഷ്യമിടുന്നുണ്ട്. മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനായി കമ്പനി അത്യാധുനിക മെഷീനുകൾ, സ്റ്റാൻഡേർഡ് കെമിക്കൽസ്, പാക്കിംഗ് മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറമെ കോഴിക്കോട്, കൊല്ലം, ബർമതി, ഈറോഡ്, കാശിപ്പൂർ, ബാർപേട്ട, ഷിംല തുടങ്ങിയ സ്ഥലങ്ങളിലും ടംബിൾ ഡ്രൈ കാലുറപ്പിച്ചിട്ടുണ്ട്. പിക്കപ്പുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനും സ്റ്റോറുകളെ ബന്ധപ്പെടുത്താനും ഓർഡറുകൾ എളുപ്പത്തിൽ പുനഃക്രമീകരിക്കാനും റദ്ദാക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ടംബിൾ ഡ്രൈയിൽ ലഭ്യമാണ്. കൂടാതെ വീട്, കാർ ക്ലീനിംഗ് സേവനങ്ങളിലേക്ക് കടക്കുന്ന കാര്യവും കമ്പനി ആലോചിക്കുന്നുണ്ട്. UAE, സൗദി അറേബ്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ബിസിനസ് വിപുലീകരിക്കാൻ ടംബിൾ ഡ്രൈ പദ്ധതിയിടുന്നുണ്ട്. നല്ല ആശയങ്ങൾ എപ്പോഴും മുതൽക്കൂട്ടാണ്. എന്തായാലും ഗൗരവ് നിഗം നമുക്കെല്ലാം വലിയൊരു പ്രചോദനമാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.